2006 ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഭയങ്കര ക്രൂഷ്യൽ ഇലക്ഷനായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാജയപ്പെട്ടു. 18-നോ 19-നോ നേരെ 6-ലോട്ടോ 7-ലോട്ടോ എത്തി. ആ സമയത്തും കളമശ്ശേരിയിൽ മുസ്ലിം ലീഗിന് ഒരു MLA ഉണ്ടായിരുന്നു. അതായത് എൻ്റെ പ്രത്യേകത. അതെ അതെ, ഇലക്ഷൻ വന്നാൽ, അതായത് എതിരാളികൾ ആരായാലും ഇലക്ഷൻ വന്നാൽ അവിടെ ഇബ്രാഹിം കുഞ്ഞ് ജയിക്കുന്നു എന്നുള്ളതാണ്. അതൊരു അത്ഭുതമായിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏറ്റവും ശക്തമായിട്ട് പാലാരിവട്ടം പാലത്തിൻ്റെ വിഷയത്തിൽ ഇബ്രാഹിം കുഞ്ഞ് നിരപരാധിയാണെന്ന് പറഞ്ഞത് CPM-ൻ്റെ നേതാവ് G. സുധാകരനാണ്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് പാലാരിവട്ടം പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ മുൻ മന്ത്രിയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലുമായിട്ട് നമ്മൾ ഒരുപാട് വായിക്കുകയും കേൾക്കുകയും എല്ലാം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് എടുത്തു പറയുകയും അനുസ്മരിക്കുകയും എല്ലാം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളിവിടെ പങ്കുവെക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇബ്രാഹിം കുഞ്ഞ് സാഹിബിനെ കുറിച്ച് ഒരുപാട് പേര് എഴുതിയത് നമ്മൾ കണ്ടു. അത് AP ഉസ്താദ് മുതൽ ഇടതുപക്ഷത്തിലുള്ള ആൾക്കാരും എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം വിവേചനമില്ലാതെ വികസനം എല്ലാവരിലേക്കും എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. വികസനത്തോടൊപ്പം ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് മാതൃകകൾ ആളുകൾ പറയുന്നുണ്ട്. അത് നമ്മളവിടെ എത്തിയ ജനാവലിയെ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. എത്രത്തോളം വലിയ നഷ്ടമാണ് മുസ്ലിം ലീഗിനുണ്ടായത്. അതേപോലെ തന്നെ കളമശ്ശേരിയിലെ അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ ജനങ്ങൾക്ക് എത്രത്തോളം വലിയ നഷ്ടമാണ് സംഭവിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമേ പറയാനുള്ളത് നല്ലൊരു മനുഷ്യനായിരുന്നു. ആത്യന്തികമായിട്ട് നമ്മളൊക്കെ നല്ല മനുഷ്യനാകുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകളെ കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതായത് മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു നേതാവ്. സ്വാഭാവികമായിട്ടും മനുഷ്യർ അദ്ദേഹത്തെ സ്വീകരിക്കും, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. ഇപ്പോൾ മധ്യ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഒരു ആണിവേരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എറണാകുളം ജില്ലയിലും പരിസര പ്രദേശങ്ങളുമൊക്കെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രയത്നിച്ചു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ പൊതുസമൂഹവും അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് രാഷ്ട്രീയ ഭേദമില്ലാതെ, കക്ഷിഭേദമില്ലാതെ, മതഭേദമില്ലാതെ മനുഷ്യർ അദ്ദേഹത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വലിയൊരു പ്രഭാഷകനായിരുന്നില്ല, അദ്ദേഹം വലിയൊരു ക്രൗഡ് പുള്ളറായിരുന്നില്ല. പക്ഷേ ഇലക്ഷന് നിന്നാൽ അദ്ദേഹം ജയിക്കും. അല്ല, ഇലക്ഷനിലോട്ട് എന്ന് വരുമ്പോഴാണ് 2 തവണ അദ്ദേഹം മട്ടാഞ്ചേരിയിലെ പ്രതിനിധീകരിച്ചു, 2 തവണ കളമശ്ശേരിയും പ്രതിനിധീകരിച്ചു. 2006 ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഭയങ്കര ക്രൂഷ്യൽ ഇലക്ഷനായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാജയപ്പെട്ടു. 18-നോ 19-നോ നേരെ 6-ലോട്ടോ 7-ലോട്ടോ എത്തി. ആ സമയത്തും കളമശ്ശേരിയിൽ മുസ്ലിം ലീഗിന് ഒരു MLA ഉണ്ടായിരുന്നു. അതായത് എൻ്റെ പ്രത്യേകത. അതെ, ഇലക്ഷൻ വന്നാൽ, അതായത് എതിരാളികൾ ആരായാലും ഇലക്ഷൻ വന്നാൽ അവിടെ ഇബ്രാഹിം കുഞ്ഞ് ജയിക്കുന്നു എന്നുള്ളതാണ്. അതൊരു അത്ഭുതമായിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്താണ് അദ്ദേഹം ചെയ്യുന്ന മാജിക് എന്താണ്? ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ മട്ടാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും കളമശ്ശേരി, പിന്നീട് കളമശ്ശേരിയായി. എന്തായാലും അവിടെയൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പ്രവർത്തനങ്ങളായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്ന അന്ന് മുതൽ, അതായത് പ്രത്യേകമായ ഓഫീസുകൾ തുറക്കുന്നു, ഓരോ പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഏത് മനുഷ്യൻ ഏത് സമയത്ത് അദ്ദേഹത്തെ സമീപിച്ചാലും എന്താണോ ആവശ്യം അത് കേട്ടറിഞ്ഞ് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയാൽ സംസാരം തുടങ്ങുന്നത് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ടാണ്. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു വ്യക്തിപരമായ അനുഭവമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് സാദിഖ് അലി തങ്ങൾ പ്രസിഡൻ്റായി വന്നതിന് ശേഷം അദ്ദേഹം സൗഹൃദ സന്ദേശ യാത്ര നടത്തി. അത് ഓരോ ജില്ലയിലും ഓരോ ദിവസമൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ ഒരു ഓർഡർ പോലെ വന്നു പോകുന്നല്ല. ഓരോ ദിവസം എറണാകുളത്തിന് വേറെ ദിവസം വേറെ ജില്ലയിലേക്കായിരിക്കും, തൊട്ടടുത്ത് തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, ഓരോ സ്ഥലത്തു നിന്ന് അങ്ങോട്ട് ട്രാവലും സംഗതിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു മീഡിയ കാരവനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ജില്ല ഇടുക്കി കഴിഞ്ഞ് ചിലപ്പോൾ കോഴിക്കോട്ടേക്ക് വന്നിട്ടുണ്ടാവും, മലപ്പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എറണാകുളം ജില്ലയിലെ ആ പരിപാടി ഇപ്പോഴും നമ്മുടെ മീഡിയ ക്രൂവിൻ്റെ ഒക്കെ മനസ്സിൽ ഇപ്പോഴും അതുണ്ട്. കാരണം അദ്ദേഹമായിരുന്നു അത് കൈകാര്യം ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ഈ ഭക്ഷണമായാലും എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനെ സെറ്റ് ചെയ്തിരിക്കുക. നമുക്ക് മീഡിയ ക്രൂവിന് എന്താ വേണ്ടതെന്ന് പുള്ളി അറേഞ്ച് ചെയ്തു.
തിരിച്ച് അടുത്ത ജില്ലയിലോട്ട് പോകാനുള്ള വണ്ടി അവിടെ റെഡിയായി നിന്നു. മറ്റു പല ജില്ലകളിലും വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മൾ കുറേ നിന്നിട്ടുണ്ട്. പക്ഷേ എറണാകുളത്ത് എല്ലാം റെഡി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ ക്രൂവിന് ഇപ്പോഴും എറണാകുളത്തെ ജില്ലാ സംഗമങ്ങൾ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിരുന്നു. അതൊരു സമർപ്പിതമായ ലീഡർഷിപ്പിന് മാത്രമേ അത് സാധിക്കുള്ളൂ. അതായത് ഇപ്പോൾ എറണാകുളത്ത് പാർട്ടിയുടെ ഏത് പരിപാടി നടന്നാലും അതിൻ്റെ ഒരു സംഘാടക സമിതിയുടെ ചെയർമാനായിട്ട് അദ്ദേഹം ഉണ്ടാവും. അത് ഏത് പോഷക ഘടകങ്ങളുടെ പരിപാടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവരൊക്കെ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ MSFകാരാണെങ്കിലും അധ്യാപക സംഘടനയാണെങ്കിലും അവരൊക്കെ ഇന്ന് അനുസ്മരിക്കുന്നത് കണ്ടു. അതായത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഇപ്പോൾ ചെയർമാൻ ഒരു പാർട്ടിയുടെ പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ ഒരു ചെയർമാൻ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചില സമയത്ത് അതൊരു ആലങ്കാരിക പദവി മാത്രമായിരിക്കും. പക്ഷെ അദ്ദേഹം രാപ്പകലില്ലാതെ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അതിനുവേണ്ടി തൻ്റെ സമ്പാദ്യം ചെലവഴിക്കും. പൈസ കൊടുക്കുക എന്നുള്ളത് ആർക്കും പൈസ ഉള്ളവർക്ക് സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ പൈസ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു സംഘാടകനായിട്ട് മുഴുവൻ സമയം ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ കാര്യമാണ്. പാർട്ടിയുടെ ഏത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ അദ്ദേഹം ഉണ്ടാവും. ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് നടന്ന ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ട റാലിയിലാണ് അദ്ദേഹത്തെ പങ്കെടുക്കാൻ സാധിക്കാതെ പോയത്. അദ്ദേഹം അസുഖബാധിതന ആയതുകൊണ്ട്. അതുപോലെ തന്നെ പാർട്ടി മുഖപത്രമായ ചന്ദ്രിക കൊച്ചിയിലാവട്ടെ കേരളത്തിൽ എവിടെയുമാവട്ടെ ആ ചന്ദ്രികയുടെ നിലനിൽപ്പിന് ചന്ദ്രികയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ പറയത്തക്ക പ്രതിസന്ധികൾ ഇല്ലായിരുന്നു എന്നാണ് കേട്ടിരുന്നത്. അതിൻ്റെ ഒരു കാരണം ചന്ദ്രികയുടെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സർവസ്വവും നീക്കിവെച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ചന്ദ്രികയുടെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കൊച്ചിയിലെ ഗവേണിംഗ് ബോർഡ് മെമ്പറായിരുന്നു. അപ്പോൾ ചന്ദ്രികയെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രിൻ്റ് മീഡിയ നിലനിൽക്കുക എന്ന് പറഞ്ഞ ഒരു വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ ചന്ദ്രികയെ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയവും സമ്പത്തും ഒക്കെ ചെലവഴിച്ചു എന്നാണ്. അതായത് പാർട്ടിക്ക് എവിടെയൊക്കെയാണോ ആവശ്യമുള്ളത് അവിടെയൊക്കെ തന്നെ പ്ലേസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സർവ്വസമ്മതനായിട്ടുള്ളൊരു നേതാവായിട്ട് പാർട്ടിയിൽ അദ്ദേഹം വളർന്നു വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണ മികവിലോട്ട് വരുമ്പോഴാണ്, അതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കഷനാണ്, ഉമ്മൻചാണ്ടിയുടെ കൂടെ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര പാലങ്ങൾ നടപ്പിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അന്ന് ഉമ്മൻചാണ്ടി ഇട്ട പോസ്റ്റൊക്കെ ഇപ്പോഴും ചർച്ചയാവുകയാണ്. വേദനാജനകമായ അതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ പാലാരിവട്ടം പാലം വിഷയത്തിൽ ഇടതുപക്ഷം അനാവശ്യമായിട്ട് അദ്ദേഹത്തെ വേട്ടയാടിയെന്ന് എന്നുള്ളതും. പാലാരിവട്ടം പാലത്തിന് ഒരു കുഴപ്പമുള്ളതായിട്ട് പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി ആയിരുന്നു ലോഡ് ടെസ്റ്റ്. ആ ലോഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ഇവരുടെ തയ്യാറായതുമില്ല. അപ്പോൾ ഇവർ അതൊരു ടാർഗറ്റ് ചെയ്ത് ആ ഇലക്ഷനിൽ ഒരു ഫോക്കസ് ആയിട്ട് അതിനെ മാറ്റി എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ് ഭരണ നൈപുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ മനുഷ്യരോട് കാണിച്ച ആത്മാർത്ഥത അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ചുമതലകളോട് കാണിച്ചു എന്നുള്ളതാണ്. അത് പാർട്ടി ചുമതലകളാവട്ടെ, അത് MLA ഷിപ്പാവട്ടെ, അതുപോലെ തന്നെ മന്ത്രിയാവട്ടെ. അപ്പോൾ ആദ്യം വ്യവസായ വകുപ്പ് മന്ത്രിയായി കുറച്ച് കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലക്ക് പൊതുമരാമത്ത് വകുപ്പിൽ ഇന്ന് കാണുന്ന ഒരുപാട് പരിഷ്കാരങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ആധാരശില എന്ന് വേണമെങ്കിൽ തന്നെ അദ്ദേഹത്തെ പറയാം. അതായത് ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യം, ഒരു 4 പതിറ്റാണ്ട് കാലമായിട്ട് അനക്കാതെ വെച്ചിരുന്ന PWD മാനുവൽ അത് പുതുക്കിയത് അദ്ദേഹമാണ്. അതായത് അതിൽ പരിഷ്കാരങ്ങൾ വരുത്തിയത് അദ്ദേഹമാണ്. അതേപോലെ ഈ ടെൻഡർ അതായത് ഈ പേയ്മെൻറ്റ്, അതായത് PWDയെ കുറച്ചുകൂടെ സുതാര്യമാക്കി, കുറച്ചുകൂടെ ആധുനികവൽക്കരിച്ചു. ഇതൊക്കെ അദ്ദേഹം ചെയ്ത രാവണപ്രഭു സിനിമയിൽ കാണുന്ന ഈ കൺസീൽഡ് ടെൻഡറൊക്കെ സീൽഡ് കവറിലൊക്കെ കൊടുന്നു കൊടുക്കുന്ന പരിപാടിയൊക്കെ മാറിയാണ്. അതുപോലെ തന്നെ എഗ്രിമെന്റ് വെക്കുമ്പോൾ 3 വർഷത്തെ ഒരു പെർഫോമൻസ് ഗ്യാരണ്ടി നിർബന്ധമാക്കി. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഇപ്പോഴും പറയപ്പെടുന്ന ഒരു സംഗതി 400 ദിവസം കൊണ്ട് 100 പാലങ്ങൾ. പിന്നെ സ്പീഡ്, അതായത് റോഡുകളുടെ സ്പീഡ് കുറവ്, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഫ്ലൈ ഓവറുകൾ, പാലങ്ങൾ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. വളരെ ഇച്ഛാശക്തിയോടെ തീരുമാനമെടുക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ലോകബാങ്ക് ഉൾപ്പെടെയുള്ള പിന്നെ ഫണ്ടുകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അതായത് കേരളത്തിലെ റോഡുകളുടെ ചിത്രം മാറ്റുന്നതിന് വേണ്ടി, ഇന്ന് കാണുന്ന റോഡുകളുടെ ഒരു ചിത്രം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാന ശില ഇട്ടത് അദ്ദേഹമാണ് എന്ന് വളരെ സുവ്യക്തമായിട്ട് പറയാവുന്നതാണ്. അതിനിടക്കാണ് ഈ പാലാരിവട്ടം പാലത്തിൻ്റെ, ഇപ്പം നേരത്തെ ചോദിച്ച ഒരു വിഷയത്തിലേക്ക് വരുന്നത്. ഈ പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുന്നോട്ട് വെച്ച ഒരു ടൂളായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിന് തന്നെ സംശയമില്ല.
ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും ശക്തമായിട്ട് പാലാരിവട്ടം പാലത്തിൻ്റെ വിഷയത്തിൽ ഇബ്രാഹിം കുഞ്ഞ് നിരപരാധിയാണെന്ന് പറഞ്ഞത് CPM-ൻ്റെ നേതാവ് ജി സുധാകരനാണ്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് പാലാരിവട്ടം പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. അതായത് പാലാരിവട്ടം പാലത്തിൻ്റെ അവസാനവട്ട പണികളൊക്കെ ടാറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്ന അദ്ദേഹം മന്ത്രിയാകുമ്പോഴാണ്. ടാർ ഇളകി എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രശ്നം. അപ്പോൾ ടാർ ഇളകിയിട്ട് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് ആരാണ്? ജി സുധാകരനാണ്. കാരണം മുപ്പടെ കാലത്താണ് ടാർ ഇളകിയത്. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ പിന്നെ ചില കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയ്ക്ക് തന്നെ എത്ര പാലങ്ങൾ പൊളിഞ്ഞു. 7-8 പാലങ്ങൾ പൊളിഞ്ഞു. മുഹമ്മദ് റിയാസിന് അഴിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ദേശീയപാതകളിൽ വിള്ളലുകളുണ്ടായി. ഇപ്പോൾ കൂരിയാട് പിന്നെ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളാണ്. അതായത് ഈ പാലങ്ങൾ പൊളിഞ്ഞതൊക്കെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക കുഴപ്പങ്ങളാണ്. പക്ഷെ പാലാരിവട്ടം പാലം അഴിമതിയാണ്. ഇവിടെ പാലാരിവട്ടം പാലത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പോഴും ആളുകൾക്കുണ്ട്. ഒരു ട്രോളായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ മരണത്തിന് ശേഷം പോലും ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം പാലാരിവട്ടം പാലം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുത്താൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം പോലും, അതായത് 2024 ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടില്ല, ഈ കുറ്റപത്രം പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി വിജിലൻസിന് അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതത്ര വലിയ വിഷയമാണെങ്കിൽ ഗവൺമെൻറ് അത് ചെയ്യണ്ടേ? അതായത് ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ടുള്ള കുറ്റപത്രം പ്രൊസീഡ് ചെയ്യാൻ വിജിലൻസിന് 2024 ഈ ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയൊരു പരിശോധന നടത്തിയൊരു ഏജൻസി എന്ന് പറഞ്ഞാൽ മദ്രാസ് IIT ആണ്. ഈ മദ്രാസ് IIT ആണ് ഈ പാലത്തിന് നിലവിൽ കുഴപ്പമൊന്നുമില്ല, ഇത് പൊളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ആ റിപ്പോർട്ട് ഇവർ മുക്കി. ലോഡ് ടെസ്റ്റ് നടത്താൻ തയ്യാറായി. പിന്നെ ഹൈക്കോടതിയാണ് റോഡ് ടെസ്റ്റിന് എന്ത് ചെയ്തത്, നിർദ്ദേശിച്ചത്. അതായത് 2019 നവംബർ 21 ഹൈക്കോടതി വിധിയാണ്. അതായത് പൊളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ലോഡ് ടെസ്റ്റ് നടത്തണം. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് സാഹിബും പലപ്പോഴായിട്ട് പറയുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ലോഡ് ടെസ്റ്റ് നടത്തുന്നില്ല? ഏത് പാലത്തിനും ബലമുണ്ടോ ബലക്ഷയമുണ്ടോ എന്നറിയാൻ ചെയ്യുന്ന വലിയൊരു ഉപാധി ലോഡ് ടെസ്റ്റാണ്. അപ്പോൾ ഈ ലോഡ് ടെസ്റ്റ് നടത്തിയില്ല ഗവൺമെൻറ്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്തു എന്നുള്ളതാണ്. അതായത് എന്താണ് മൊബിലൈസേഷൻ അഡ്വാൻസ്. ഈ മൊബിലൈസേഷൻ അഡ്വാൻസ് പലിശ സഹിതം സർക്കാരിന് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ അഡ്വാൻസ് പിന്നെ ഇടത് സർക്കാർ അതിനുശേഷം കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് പോയിന്റ്. അതായത് വലിയ കുറ്റമായിട്ട് പറയുന്ന, മുൻകൂറായിട്ട് പണം കൊടുത്തു എന്ന് പറയുന്ന ഈ സംഗതി ഇടതുപക്ഷ സർക്കാർ പിന്നീടും പലപ്പോഴായിട്ട് ചെയ്തിട്ടുണ്ട്, പലർക്കും കൊടുത്തിട്ടുണ്ട്. അതെ, ഇങ്ങനെ എല്ലാ നിലക്കും, അതായത് ഏത് നിലക്ക് നോക്കിയാലും. ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞത് ഇബ്രാഹിം കുഞ്ഞിന് ഒരുപാട് പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, UDF സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പോൾ പാലാരി വട്ടത്തിൽ എന്തായിരുന്നു പ്രശ്നം? അതിനകത്തൊരു കളി ഉണ്ടായിരുന്നു. ആ കളി എന്ന് പറയുന്നത്, അതായത് കേരളത്തിലെ സാങ്കേതിക നിർമ്മാണ മേഖലയിലെ ഒരു അഭിമാനം എന്ന് തന്നെ പറയാവുന്ന കിറ്റ്കോ. ഈ കിറ്റ്കോയുടെ ഷെയറുകളിൽ, ഓഹരികളിൽ ഒരു കണ്ണ് ആർക്കുണ്ടായിരുന്നു? ULCCക്ക് ഉണ്ടായിരുന്നു. അവിടെയാണ് ഇതിൻ്റെ ഒരു വലിയ ടേൺ കിടക്കുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ പൈസ കൊണ്ട് നമ്മൾ വയനാട് പ്രൊജക്റ്റ് ഉൾപ്പെടെ കേരളത്തിലെ പല പ്രൊജക്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഊരാളുങ്കലിന് കിറ്റ്കോയിലുണ്ടായിരുന്ന കണ്ണ്, അതിൻ്റെ മുഖ്യ ഓഹരികൾ കൈക്കലാക്കാനുള്ള നീക്കം, അത് നടന്നില്ല. അപ്പോൾ പിന്നെ ഈ സംഗതി അങ്ങ് പൊളിച്ചു കളയാം എന്ന് തീരുമാനിച്ചു. പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ഒരു പങ്ക് അതിനകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുക. അതിനകത്ത് മന്ത്രി 5ാം പ്രതിയായിട്ടാണ് പിന്നീട് എഴുതി ചേർക്കുകയാണ് ചെയ്തത്. അതിനെ എഴുതി ചേർക്കാനുള്ളൊരു കാരണമായിട്ട് വിജിലൻസ് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഡ്വാൻസ് പേയ്മെൻറ്റാണ്. അപ്പോൾ ഇങ്ങനെ ആസൂത്രിതമായിട്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തെ കുടുക്കിയതാണ്. വളരെ ക്ലിയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യാവസ്ഥ, രോഗം സ്ഥിരീകരിച്ച ഒരു സമയമായിരുന്നു അത്. അദ്ദേഹത്തിന് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടാവും. അതെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുതാര്യമായിട്ട് പൊതുമധ്യത്തിൽ നിന്നിരുന്ന ഒരാൾ, രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ മനുഷ്യരെ സ്നേഹിച്ച ഒരാൾ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു കുറിപ്പ് കണ്ടത്, ഒരു ക്ഷേത്രത്തിനകത്തേക്ക് അദ്ദേഹം അന്നദാനത്തിൻ്റെ സമയത്ത് കയറി ചെല്ലുന്നുണ്ട്. അവിടെ സദ്യ വിളമ്പുന്നുണ്ട്, 6 കൂട്ടം കറികളുമായിട്ടൊരു സദ്യ. ആ സദ്യക്ക് ഇരിക്കുമ്പോൾ
ഈ പേപ്പർ പ്ലേറ്റാണ് അദ്ദേഹത്തിന് മുമ്പിൽ. അപ്പോൾ എന്താണ് ഇവിടെ പ്ലേറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റ്, ഇത്രയും ആളുകൾക്ക് പ്ലേറ്റ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അപ്പം തന്നെ ആ അമ്പലത്തിൽ പിന്നെ 1000 പ്ലേറ്റുകൾ ഓഫർ ചെയ്യാണ്. അത് അവിടുന്ന് തന്നെ അമ്പല കമ്മിറ്റിക്കാർ അനൗൺസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ എന്താണോ ആവശ്യം അത് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ ജനങ്ങളാണ് എന്നെ ഈ നിലക്കെത്തിച്ചത് എന്ന ബോധ്യമുള്ള ഒരാൾ, ആ ഒരു മനുഷ്യനെ അഴിമതിക്കാരനായിട്ട് അവസാന ഘട്ടത്തിൽ ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ ഒരു വേദന ഉണ്ടാക്കിയ കാര്യം തന്നെയാണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്നാണ് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തായാലും പുറത്തായാലും അദ്ദേഹം ചെയ്തു വെച്ച ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും പുതിയ പാർട്ടിയെ നയിക്കാൻ പുതിയ ആളുകൾ കടന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.